അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിലെ തീ 35 മണിക്കൂർ പിന്നിട്ടിട്ടും നിയന്ത്രണ വിധേയമായില്ല. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സമുദ്രപ്രഹരി, സാജിദ് കപ്പലുകൾക്ക് പുറമെ സമർ സാൽവേജ് മാസ്റ്ററും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കൊച്ചി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കാണാതായ കപ്പൽ ജീവനക്കാരെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. സാജിദ്, സമുദ്രപ്രഹരി എന്നീ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് പുറമെ സമർദ്, സാൽവേജ് മാസ്റ്ററും സംഭവ സ്ഥലത്തെത്തി. രക്ഷാദൌത്യം ഏകോപിപ്പിക്കാനും അപകടത്തിൽപ്പെട്ട കപ്പലും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറും എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുമാണ് സാൽവേജ് മാസ്റ്ററെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2 ഡോണിയർ വിമാനങ്ങളും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതേസമയം കപ്പൽ 15 ഡിഗ്രി വരെ ചെരിഞ്ഞതും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. കപ്പലിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചാണ് വാട്ടർ ജെറ്റുകൾ ഉപയോഗിക്കുന്നത്. ഫയർ കൺട്രോളും അല്ല, ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാ ഇപ്പം നോക്കുന്നത്. ഷിപ്പ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ. 25ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടെന്നും അത് ഉയർത്തിയെടുക്കാനാണ് ശ്രമമെന്നും അഴീക്കൽ പോർട്ട് ഓഫീസർ പറഞ്ഞു. സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ കപ്പലിൽ നിന്നും കടലിൽ വീണു എന്ന് പറയപ്പെടുന്ന 25ഓളം കണ്ടെയ്നറുകളുണ്ട്. ആ കണ്ടെയ്നറുകളെ കടലിൽ തന്നെ റിക്കവറി ചെയ്യാനും അവർ ശ്രമിക്കും. കടലിൽ വീണ കണ്ടെയ്നറുകൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ കോഴിക്കോട്, കൊച്ചി തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. കണ്ടെയ്നറുകൾ 3 ദിവസം കടലിലൂടെ ഒഴുകാനാണ് സാധ്യത. കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനും കാണാതായ 4 പേരെ കണ്ടെത്താനുമാണ് രക്ഷാദൌത്യം പ്രഥമ പരിഗണന നൽകുന്നത്. കപ്പലിന് തീപിടിച്ച് 35 മണിക്കൂർ പിന്നിടുമ്പോഴും അപകടത്തിന്റെ തീവ്രത 1 ഇഞ്ച് പോലും കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊപ്പമാണ് കണ്ടെയ്നറുകൾക്കുള്ളിലെ വസ്തുക്കളെക്കുറിച്ചുള്ള ആശങ്കയും. ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.